ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ മുറിവുകളിൽ ഒന്നാണ് 2008 മുംബൈ ഭീകരാക്രമണം. 175 പേരുടെ ജീവനെടുത്ത ആ കറുത്ത ദിനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഓരോ ഭാരതീയന്റെ മനസ്സിലും ഇന്നും നീറ്റലുണ്ട്. എന്നാൽ ആ മുറിവിനേക്കാൾ വേദനാജനകമാണ് അതിനെ തുടർന്ന് രാജ്യം ഭരിച്ചവരുടെ ബലഹീനമായ പ്രതികരണം. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ, നമ്മുടെ സൈന്യം പ്രതികാരത്തിനായി പാകിസ്ഥാനെ കടന്നാക്രമിക്കാൻ തയ്യാറായി നിന്നിട്ടും ഡൽഹിയിലെ അധികാരസ്ഥിര കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു: വേണ്ട, നമ്മൾ അടങ്ങിയിരിക്കണം. ആരാണ് ആ തീരുമാനമെടുത്തത്? എന്തിനായിരുന്നു ആ ബലഹീനത? ഒരു മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലൂടെ ആ സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഇന്ത്യയുടെ സുരക്ഷാ സേനയുടെ കൈകൾ ബന്ധിച്ചു. ഒരു ചോദ്യം: ഒരു പരമാധികാര രാഷ്ട്രത്തിന് മറ്റൊരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം പൗരന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാതിരിക്കാൻ കഴിയുമോ? ഈ ചോദ്യമാണ് ഇന്നത്തെ ചർച്ചയുടെ കാതൽ. ഇത് കേവലം രാഷ്ട്രീയ വിമർശനമല്ല, രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചോദ്യമാണ്. നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയെ ഭീകരർ ലക്ഷ്യമിട്ടത് വെറുതെയല്ല. രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെയാണ് അവർ ചോദ്യം ചെയ്തത്. ലോകം മുഴുവൻ ഇന്ത്യയുടെ പ്രതികരണത്തിനായി കാത്തിരുന്നു. കാരണം ഒരു പരമാധികാര രാഷ്ട്രം ഇത്ര വലിയൊരു ആക്രമണത്തിന് എങ്ങനെ മറുപടി നൽകുന്നു എന്നത് ലോക രാഷ്ട്രങ്ങൾക്കുള്ള സന്ദേശമാണ്. എന്നാൽ അന്നത്തെ UPA സർക്കാർ എന്ത് സന്ദേശമാണ് നൽകിയത്? ബലഹീനതയുടെ സന്ദേശം. രാജ്യത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവും അന്നത്തെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന P. ചിദംബരം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുതന്നെയാണ്. അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി കോണ്ടലീസ റൈസ് ഇന്ത്യയിലെത്തി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും കണ്ടു. അവരുടെ സമ്മർദ്ദം മൂലമാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ മടിച്ചതത്രേ. വിദേശകാര്യ മന്ത്രാലയം പോലും മൗനം പാലിക്കുന്നതാണ് ബുദ്ധി എന്ന് ഉപദേശിച്ചു. ഇതൊരു സാധാരണ വെളിപ്പെടുത്തലല്ല, ഇത് ദേശീയ അപമാനമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ തീരുമാനങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് എടുക്കപ്പെട്ടു എന്നതിന്റെ തുറന്നു പറച്ചിലാണത്. ഏത് രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നമ്മുടെ സുരക്ഷാ സേനയെ പിന്തിരിപ്പിച്ചത്? രാജ്യം നേരിട്ട ഈ വലിയ ദുരന്തത്തിന് ആരാണ് ഉത്തരം പറയേണ്ടത്? കോൺഗ്രസിന്റെ ഈ ബലഹീനത ഭീകരർക്ക് ശക്തി പകർന്നു. തിരിച്ചടി നൽകില്ല എന്ന സന്ദേശം ഭീകര സംഘടനകൾക്ക് ലഭിച്ചു. അതിന്റെ ഫലമായി നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധാരണ പൗരന്മാരും ജീവൻ ബലിയർപ്പിച്ച് ആ തെറ്റിന് വീണ്ടും വീണ്ടും വില നൽകേണ്ടി വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ കോൺഗ്രസിന് മറുപടി ഇല്ലാതായി. അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ രാജ്യത്തെ എത്രമാത്രം ദുർബലപ്പെടുത്തി എന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രത്തിന്റെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയപരമായ ഒളിച്ചുകളികൾ അനുവദിക്കാനാകില്ല. 2008 സംഭവം ഒരു ഒറ്റപ്പെട്ട ഉദാഹരണമല്ല. UPA സർക്കാരിന്റെ ദുർബലമായ സുരക്ഷാ നയത്തിന്റെ പ്രതീകമായിരുന്നു അത്. അവരുടെ ഭരണകാലത്ത് ഭീകരാക്രമണങ്ങൾ ഒരു തുടർക്കഥയായിരുന്നു. ഡൽഹി, മുംബൈ, ജയ്പൂർ, ബാംഗ്ലൂരു തുടങ്ങി രാജ്യത്തെ പ്രധാന നഗരങ്ങളെല്ലാം ഭീകരരുടെ ലക്ഷ്യങ്ങളായി. അപ്പോഴെല്ലാം UPA സർക്കാർ നൽകിയത് അയഞ്ഞതും മറുപടി ഇല്ലാത്തതുമായ പ്രതികരണങ്ങൾ മാത്രമായിരുന്നു. ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടായിട്ടും കൃത്യമായ മറുപടി നൽകാൻ ഭരണ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയും എന്നാൽ അധികാരത്തിൽ ഇരുന്ന കാലത്ത് ദുർബലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ദേശീയ സുരക്ഷയെ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ മാത്രം കണ്ടതിന്റെ ഫലമായിരുന്നു ഈ തുടർച്ചയായ പരാജയങ്ങൾ അത്രയും. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും ദേശീയ സുരക്ഷയും പണയം വെച്ച് കളിക്കാനുള്ളതല്ല. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇച്ഛാശക്തിയും ആത്മവിശ്വാസവുമാണ് പ്രധാനം. നിർഭാഗ്യവശാൽ UPA ഭരണകാലത്ത് ഈ രണ്ട് ഘടകങ്ങളും പേരിന് പോലും ഇല്ലായിരുന്നു. അവർ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ നമുക്ക് തിരിച്ചടിക്കാനുള്ള ശേഷിയില്ല എന്ന മട്ടിലുള്ള ന്യായീകരണങ്ങളാണ് ഉയർത്തിയത്. എന്നാൽ സത്യം മറ്റൊന്നായിരുന്നു: തിരിച്ചടിക്കാനുള്ള രാഷ്ട്രീയപരമായ ധൈര്യം അവർക്കില്ലായിരുന്നു. എന്നാൽ 2014 ശേഷം ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ സമൂലമായ മാറ്റങ്ങളാണ് വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ദേശീയ സുരക്ഷയ്ക്ക് പരമമായ പ്രാധാന്യം നൽകപ്പെട്ടു. ദുർബലമായ നയം അവസാനിപ്പിച്ച് ശക്തമായ പ്രതിരോധവും തിരിച്ചടിയും എന്ന നയത്തിലേക്ക് ഇന്ത്യ മാറി. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ സാധാരണക്കാർക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഓപ്പറേഷൻ സിന്ദൂർ. മോദി പ്രഖ്യാപിച്ചതുപോലെ ഇന്നത്തെ ഇന്ത്യ ശത്രുക്കളെ അവരുടെ വീടുകളിൽ കയറി അടിക്കുന്നവരാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ കൃത്യമായ ആക്രമണങ്ങളാണ് നടത്തിയത്. 100-ലധികം ഭീകരരെ വധിച്ചതായി പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. ഇത് കേവലം കണക്കുകളല്ല, ഇത് ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ്.
ഇന്നത്തെ ഇന്ത്യ ഒരു ഭീകരാക്രമണം നടന്നാൽ മറ്റൊരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് മാത്രമല്ല, അവരുടെ അഭിപ്രായത്തിന് ചെവി കൊടുക്കുക പോലുമില്ല. നമ്മുടെ സൈന്യത്തെ രാഷ്ട്രീയപരമായ ഇച്ഛാശക്തിയോടെ അതിർത്തി കടന്ന ലക്ഷ്യം പൂർത്തിയാക്കാൻ അനുവദിക്കുന്ന സർക്കാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് മീതെ മറ്റൊന്നുമില്ല എന്ന് മോദി സർക്കാർ പ്രഖ്യാപിച്ചു. സർജിക്കൽ സ്ട്രൈക്കുകളും ബാലാക്കോട്ട് വ്യോമാക്രമണവും ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി തെളിയിച്ചതാണ്. പഴയ കോൺഗ്രസ് സർക്കാർ ബലഹീനതയുടെ സന്ദേശം നൽകിയപ്പോൾ മോദി സർക്കാർ അതിർത്തി കടന്നാൽ തിരിച്ചടി ഉറപ്പ് എന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഈ വ്യത്യാസം ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാവുന്നതാണ്. 2008 രാജ്യത്തിന്റെ സുരക്ഷാ കാര്യത്തിൽ ബലഹീനത കാണിച്ച കോൺഗ്രസ് ഇന്ന് രാഷ്ട്രീയപരമായും പിടിപ്പുകേട് പ്രകടമാക്കുകയുമാണ്. ദേശീയ തലത്തിൽ ശക്തമായ ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ അവർക്ക് സാധിക്കുന്നില്ല. ആഭ്യന്തര കലഹങ്ങളും ഗ്രൂപ്പിസവും കാരണം പാർട്ടി ദുർബലമായിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായി പാർട്ടി വിട്ടു പോകുകയാണ്. ദേശീയ വിഷയങ്ങളിൽ പോലും വ്യക്തവും ഏകീകൃതവുമായ ഒരു നിലപാടെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. സുരക്ഷാ കാര്യത്തിൽ മാത്രമല്ല, വികസന കാര്യത്തിലും കോൺഗ്രസ് പുരോഗമനപരമായ കാഴ്ചപ്പാട് പ്രകടിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടവരാണ്. ദശാബ്ദങ്ങളോളം ഭരിച്ച ഒരു പാർട്ടിക്ക് ഇപ്പോഴും തങ്ങളുടെ പഴയ തെറ്റുകൾ തിരുത്താനോ പുതിയ കാലത്തിനനുസരിച്ച് മാറാനോ സാധിച്ചിട്ടില്ല. പ്രധാനമന്ത്രി മോദി രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും പഴയ ന്യായീകരണങ്ങളിലും പ്രതിരോധങ്ങളിലും ഒതുങ്ങി നിൽക്കുകയാണ്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം പോലെയുള്ള മെഗാ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയാണ്. മുംബൈയുടെ ആഗോള കണക്ടിവിറ്റിയും സാമ്പത്തിക ശക്തിയും വർദ്ധിപ്പിക്കുന്ന ഇത്തരം പദ്ധതികൾ ഇന്ത്യ ഒരു വളർച്ചയുടെ ആഗോള കേന്ദ്രമായി മാറുന്നു എന്നതിന്റെ സൂചനയുമാണ്. വികസന കാര്യത്തിൽ മോദി സർക്കാർ കാണിക്കുന്ന ഈ ഇച്ഛാശക്തി പ്രതിരോധ കാര്യത്തിലും അവർ പുലർത്തുന്നുണ്ട്. അപ്പോൾ ദേശീയ സുരക്ഷ എന്നത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വിഷയമാണ്. 2008 കോൺഗ്രസ് സർക്കാർ ചെയ്ത തെറ്റ് ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെയാണ് ചോദ്യം ചെയ്തത്. മറ്റൊരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നമ്മുടെ സൈന്യത്തിന്റെ കൈകൾ കെട്ടിയിട്ടത് രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം കൂടിയാണ്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ശക്തമായി മുന്നോട്ട് കുതിച്ചു പോകുമ്പോൾ ദേശീയ സുരക്ഷയ്ക്കും പൗരന്മാരുടെ സുരക്ഷയ്ക്കും മീതെ മറ്റൊന്നുമില്ല എന്ന ഉറച്ച നിലപാട് അദ്ദേഹത്തിന്റെ സർക്കാർ എടുത്തിട്ടുള്ളത്. ഈ ശക്തിയും ഇച്ഛാശക്തിയും തന്നെയാണ് ഒരു രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാനുള്ള ആവശ്യം. ഒരു വശത്ത് ബലഹീനതയുടെ ചരിത്രമുള്ള കോൺഗ്രസ്, മറുവശത്ത് വീട്ടിൽ കയറി അടിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന മോദി സർക്കാർ. ആർക്ക് അധികാരം നൽകണം എന്നത് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ബലഹീനതയെ തള്ളിക്കളയണം, അതുപോലെ തന്നെ ശക്തിയെ പിന്തുണയ്ക്കണം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? 2008 സംഭവത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയായിരുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഷെയർ ചെയ്യുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.